അതെ, എല്ലാവരും എന്നാ പറയണോ? ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങാണ് കേട്ടോ. എന്നാന്നറിയാൻ പാടില്ല, ഇന്ന് ഒറ്റ മൂടുമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ഈ ഒരാഴ്ചയായിട്ട് ഇവിടെ മഴ പെയ്ത് തോർന്നിട്ടില്ലെന്ന് പറയാം. ഈ തണുപ്പിൻ്റെ ഇടയ്ക്ക് മഴയും കൂടെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ. മഴയോട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലെങ്കിലും എന്നാന്നറിയാൻ പാടില്ല, ഒരു ഭയങ്കര സാഡ്നെസ്സാണ് എനിക്കിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തോന്നുന്നത്. അങ്ങനെ ചില ദിവസങ്ങളിലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനോടും താല്പര്യമില്ലാതെ എവിടെയെങ്കിലും വെറുതെ കുത്തിയിരുന്നാൽ മതി, എല്ലാത്തവരോട് ദേഷ്യമൊക്കെ തോന്നുന്ന ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇനിയിപ്പോൾ ഇതിനെയാണോ അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയണമെന്നൊന്നും അറിയത്തില്ല. ഒരു കണക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അവിടെ ചെന്ന് ഒന്ന് എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ കുറച്ചൊക്കെ മാറ്റം വരൂല്ലേ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നും അങ്ങോട്ട് കെട്ടിയൊരുങ്ങി പോകാൻ തുടങ്ങണം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ഡ്യൂട്ടിയാണ് കേട്ടോ ഇഷ്ടം. അത് എന്താണെന്നറിയത്തില്ല, നേഴ്സിംഗ് കഴിഞ്ഞ കാലം തുടങ്ങി എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയോട് വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈവനിങ്ങിൽ കുറച്ച് പണി കുറവായിരിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. പിന്നെയുണ്ടല്ലോ, ഈ ഡിപ്രഷൻ്റെ കാര്യം ഞാനിങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞെങ്കിലും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതേ, എത്ര ഡിപ്രഷനാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ പുറത്തു വന്നെങ്കിൽ നമ്മൾ വിചാരിക്കാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര കൗൺസിലിംഗ് നടത്തിയാലും എത്ര സൈക്കോളജിസ്റ്റിനെ കണ്ടാലും നമുക്കൊരു വിൽ പവർ ഇല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ ഡിപ്രഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടായിരുന്നു. മെൻ്റൽ ഹെൽത്ത്, ഡിപ്രഷൻ എന്നുള്ള വാക്കുകളൊക്കെ വളരെ കോമൺ ആണല്ലേ. ഞാൻ ആലോചിക്കുവാണേ, പണ്ടുള്ള മനുഷ്യർക്ക് ഈ ഡിപ്രഷനൊന്നും ഇല്ലായിരുന്നോ? അവരിതിനെ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും പറഞ്ഞു വന്നത്, അങ്ങനെ ഞാനും പോയൊരു കൗൺസിലിങ്ങിന് ഓൺലൈൻ വഴിയാണ് കേട്ടോ. ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കെന്താ ദാസ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തതെന്ന്. അത്രയ്ക്ക് ഫീൽ ഗുഡായിരുന്നു കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റിനുള്ള സമയമായി. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒരു ദിവസം വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ പറഞ്ഞ കൗൺസിൽ സെൻറ്ററിൻ്റെ പേജിൽ എൻ്റെ ഇഷ്യൂസ് ഇട്ടിട്ട് അവരൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ട്. അതൊരു കുറ്റാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത് അവരുടെ ജോബാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് വിൽ പവറാണ്. അതുണ്ടെങ്കിൽ നമുക്ക് മറ്റാരുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അതില്ലെങ്കിലോ മറ്റാരുണ്ടെങ്കിലും ഒരു പ്രയോജനം ഇല്ലതാനും. എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ശരിയാണോ എന്നറിയത്തില്ല. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.